നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +2 യോഗ്യതയില്ലാത്ത നമ്മുടെ നാട്ടിലെ ആളുകൾക്കാണ് ഈ ഒരു വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യാൻ പോകുന്നത്. +2 യോഗ്യതയില്ല എന്ന് പറയുമ്പോൾ +2 റെഗുലറായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ പഠിച്ചിട്ട് 2 വർഷം പഠിച്ചിട്ട് തോറ്റുപോയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ +2 യോഗ്യത ഇല്ലാത്തവരാണ് കേട്ടോ. നിങ്ങളുടെ യോഗ്യത 10ാം ക്ലാസ് ആണ്. ഏതാണോ നമ്മൾ പഠിച്ച് പാസ്സാവുന്നത് അതാണ് നമ്മളുടെ യോഗ്യത, ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിഗ്രി 3 വർഷം കോളേജിലൊക്കെ പോയി അടിച്ചു പൊളിച്ച് കുറേ പേപ്പർ ബാക്കൊക്കെ ഉണ്ടാക്കി വന്ന് 3 വർഷം കഴിഞ്ഞ് തോറ്റ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഡിഗ്രി ഹോൾഡർ ആണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മൾ പാസ്സാവണം. പാസ്സായാലേ നമ്മൾ ഏത് കോഴ്സും പാസ്സായാലേ നമ്മളതിൻ്റെ യോഗ്യത ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കാം, +2 യോഗ്യത ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നേരത്തെ പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവരിത് കാണണ്ട എന്നല്ല, ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇത് കാണാം. കാരണം നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നെയ്ബേഴ്സിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഉൾപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഇത്തരത്തിൽ യോഗ്യത ഇല്ലാത്തവരുണ്ടാവും, +2 യോഗ്യത ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എല്ലാവരും കാണുക. +2 ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരാണോ നിങ്ങൾ? അതല്ലെങ്കിൽ ആഗ്രഹിച്ച ജോലി കിട്ടാതെ പുറന്തള്ളി പുറത്താക്കിയവരാണോ? ഇനി അതും അല്ലെങ്കിൽ +2 ഇല്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസൊക്കെ ഉണ്ടാവും, +2 ഇല്ലാത്ത അല്ലെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ പ്രൊമോഷനൊക്കെ തഴയപ്പെട്ട ആളുകളുണ്ടാവും. അതുപോലെ തന്നെ എല്ലാത്തിലും ഉപരിയായിട്ട് വിദ്യാഭ്യാസം കുറഞ്ഞു പോയി എന്നതിനാൽ പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് കല്യാണം പോലും നടക്കാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരം ആളുകൾക്കൊക്കെ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കാരണം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്കൊരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കുത്തി നിറയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനാവാം, ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ആവാം, നെയ്ബേഴ്സിന് ആർക്കെങ്കിലുമൊക്കെ ആവാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ തളരരുത് എന്നാണ്. എന്ന് വെച്ച് ഇതെൻ്റെ വിധി എന്ന് വിചാരിച്ച് അതിൽ തന്നെ അങ്ങനെ ജീവിതകാലം മുഴുവൻ ലയിച്ച് രമിച്ച് അങ്ങനെ ജീവിതം കളയാം എന്ന് അങ്ങനെയും വ്യാമോഹിക്കരുത്. മനസ്സിലായോ? ഇതൊക്കെ നമുക്ക് ഒരു ചെറിയ പ്രയത്നത്തിലൂടെ നമുക്ക് ഈ +2 ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ പറ്റും. അതിന് നിങ്ങൾ റെഡിയാണെങ്കിൽ ഒന്ന് മൂളി തന്നാൽ മതി, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, റെഡിയാക്കി തരാം. നിങ്ങളുടെ SSLC പാസ്സായ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത് ഇങ്ങോട്ട് തന്നാൽ മതി. എന്തൊക്കെയാണ് പറഞ്ഞത്? SSLC പാസ്സായ സർട്ടിഫിക്കറ്റ് ആട്ടോ. +2 യോഗ്യത നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ SSLC പാസ്സാവണമല്ലോ. അപ്പോൾ SSLC പാസ്സായ സർട്ടിഫിക്കറ്റും പിന്നെ നിങ്ങളുടെ ആധാർ കാർഡ്, പിന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് SMS ചെയ്യാം. ഓക്കെ, രണ്ടായാലും ഈ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ തന്നെ ഈ വീഡിയോയുടെ എൻഡിലും കൊടുക്കാം. നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ +2 യോഗ്യത നേടാം അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിന് 22 വയസ്സ് തികയണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. 22 വയസ്സ് മുകളിലോട്ടുള്ളവർക്ക് പ്രായം എത്രയായാലും പ്രശ്നമില്ല. 100, 150, 200 എത്രയായാലും കുഴപ്പമൊന്നുമില്ല. 22 വയസ്സ് താഴെ വേണം. ഓക്കെ, അത് തികഞ്ഞിരിക്കണം. അപ്പോൾ മിനിമം പ്രായം 22 ആണ് എന്ന് മനസ്സിലാക്കുക. ഈ കോഴ്സ് കൊടുക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കേരള ലിറ്ററസി മിഷൻ, അതായത് കേരള സാക്ഷരതാ മിഷനും പൊതുവിദ്യാഭ്യാസ വകുപ്പും, അതായത് നമ്മുടെ സാധാരണ സ്കൂളിൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നാണ്. അപ്പോൾ ഇതെന്താണ്, ജെന്യുവിൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക ആദ്യം. ഇത് 2 വർഷത്തെ കോഴ്സാണ്, 6 മന്ത് കോഴ്സൊന്നുമല്ല, 6 മാസത്തെ കോഴ്സല്ല. അതാണെന്ന് വിചാരിച്ച് ആരും ഓടി വരണ്ട. പിന്നെ ഓൺലൈൻ കോഴ്സല്ല, ഓഫ്ലൈനാണ്. അടുത്തുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മൾ പോകണം. പണ്ട് കാലത്ത് സ്കൂളിൽ പോയ പോലെ തന്നെ ഇതിന് പോകണം. എല്ലാ ദിവസവും പോകണോ? പോണ്ട. സൺഡേയിൽ മാത്രം പോയാൽ മതി, ഞായറാഴ്ച മാത്രം.
അങ്ങനെ എല്ലാ ഞായറാഴ്ചകളിലും പോകണമെന്ന് നിർബന്ധമാണ്. പക്ഷേ നമുക്ക് അങ്ങനെ എല്ലാ ദിവസവും പോകാൻ പറ്റണമെന്നില്ലല്ലോ. നമുക്ക് നമ്മുടേതായുള്ള ചുറ്റുപാടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ പോവാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കൊരു നിശ്ചിത ശതമാനം അറ്റൻഡൻസ് ആവശ്യമുണ്ട്. അപ്പോൾ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, വിദേശങ്ങളിലുള്ള ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? അതായത് നമ്മളെ മലയാളികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ക്വാളിഫിക്കേഷനൊന്നും ഇല്ലാതെ എന്തെങ്കിലും നല്ലൊരു ജോലി കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഗൾഫിലേക്ക് ചേക്കേറിയിട്ട് അവിടെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു +2 ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ അവിടെ ജോലി നിഷേധിക്കപ്പെടുന്നവരുണ്ടാവും. അതായത് ഹയർ ജോലി കിട്ടാതെ പോകുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ നിന്നുകൊണ്ട് ഇവിടെ കോഴ്സ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ല, അത് പ്രയാസമാണ്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു പണ്ട് കാലത്തൊക്കെ ആൾക്കാർ. പക്ഷേ ഇപ്പോൾ റെഗുലറായിട്ട് ഈ ആളുകൾ പിന്നെ നാട്ടിലെ കുട്ടികളെയും അതുപോലെ തന്നെ വീട്ടുകാരെയൊക്കെ വീട്ടിലാക്കി, ചെറിയ കുട്ടികളൊക്കെ വീട്ടിൽ നിർത്തി അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് വീട്ടമ്മമാരൊക്കെ ഇതിന് പ്രത്യേകമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ കൃത്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു ദിവസം പോലും ക്ലാസ്സിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഇവർ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ആ ദിവസം ഈ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരും അവിടെ പരീക്ഷ എഴുതാൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവർ തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ അവിടെ വെച്ച് പരിചയപ്പെടുമ്പോൾ പറയും, ഞാനിങ്ങനെ കോഴ്സിന് ചേർന്നു, പക്ഷേ ക്ലാസ്സിനൊന്നും വരലില്ല, പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം വന്നതാണ്. അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് ദേഷ്യം വരും. അപ്പോൾ ഈ ദേഷ്യമൊക്കെ കൂടെ ഇവരെന്ത് ചെയ്യും, ഈ സാക്ഷരതാ മിഷനിൽ കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കും. അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നപ്പോഴാണ് ഈ പ്രസൻറ്റ് അല്ലെങ്കിൽ അറ്റൻഡൻസ് നിർബന്ധമാണെന്നുള്ളത് വന്നത്. ഓക്കെ, എന്തായാലും അപ്പോൾ അങ്ങനെ ഓൺലൈനായിട്ട് കോഴ്സ് എടുക്കാമെന്ന് വിചാരിക്കുന്നവർക്ക് ഈ കോഴ്സ് കൊണ്ട് കാര്യമില്ല, അത് നടക്കില്ല എന്നർത്ഥം. അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കേരള സാക്ഷരതാ മിഷനും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്നാണ് ഈ ഒരു കോഴ്സ് കൊടുക്കുന്നത്. പിന്നെ നിസ്സാരമായിട്ടുള്ള തുച്ഛമായിട്ടുള്ള ഫീ ആണ് ഇതിന് ആവശ്യം വരുന്നുള്ളൂ. ചിലർക്ക് ഫീ ഇല്ലാതെയും ഇത് പഠിക്കാൻ പറ്റും. അതായത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഒക്കെ ഇങ്ങനെ ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി അതിന് താല്പര്യമെടുത്ത് വരുന്ന ആളുകൾക്ക് അതാത് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ അവരുടെ ഫീ എടുത്ത് കൊടുക്കാറുണ്ട്, അടയ്ക്കാറുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് പഠിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിന് ഈ കോഴ്സ് ഫ്രീ ആണ്, തീർത്തും ഫ്രീ ആണ്. പിന്നെ പഠനം നിർത്തി വീണ്ടും പഠിക്കുന്നവർക്ക് മറ്റ് രീതികളിൽ നിന്ന് കിട്ടുന്ന കോഴ്സിനേക്കാൾ ഏറ്റവും മികച്ചൊരു കോഴ്സാണിത്. മറ്റ് രീതികൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 6 മന്ത് കോഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ താല്പര്യം കാണിക്കുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ മൂല്യമുള്ളതാണ്, അതിനേക്കാൾ മികച്ചതാണ്. നമുക്ക് കേരളത്തിലോ ഇന്ത്യക്കകത്തെ ഏത് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ വിദേശത്ത് ഏത് രാജ്യങ്ങളിലും നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉയർത്തിപ്പിടിച്ച് വളരെ ധൈര്യസമേതം ആർക്കു മുന്നിലും കാണിക്കാം. കോഴ്സ് ഏത് വേണമെങ്കിലും ചെയ്യാം. ഒരിക്കലും ഇതിന് ഒരു തുല്യത സർട്ടിഫിക്കറ്റ് നേടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മറ്റ് ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ +2 യോഗ്യത നേടുമ്പോൾ അതിന് അവർ തരുന്ന സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ നമ്മൾ വേറെ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ എന്ത് വാങ്ങേണ്ടതുണ്ട്, തുല്യതാ സർട്ടിഫിക്കറ്റ്. അതായത് ആ നേടിയ +2 സർട്ടിഫിക്കറ്റ് ഇവിടെ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നൊക്കെ തുല്യതാ സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഇതിന് അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ഇത് റെഗുലറായിട്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്താണോ സെയിം സാധനമാണ്. ഓക്കെ, അതിൽ ഇക്വലൻസി എന്നുള്ളൊരു വാക്ക് അവിടെ കയറി വരും, അത്രേ മാറ്റുള്ളൂ, ബാക്കിയെല്ലാം സെയിമാണ് എന്ന് വെച്ചിട്ട് അത് എവിടെയും നിങ്ങളെ തടയപ്പെടുന്നില്ല. എല്ലായിടത്തും നിങ്ങൾക്കത് ഹയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ടോ പ്രൊമോഷന് വേണ്ടിയിട്ടോ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും 100% ഉപയോഗിക്കാൻ പറ്റും, ഗ്യാരണ്ടീഡാണ്. ഓക്കെ, എൻ്റെ ഏകദേശം 7 വർഷത്തെ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട എൻ്റെ എക്സ്പീരിയൻസ് പ്രകാരമാണ് ഞാനിത് ഇത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഏത് ജില്ലയിലാണ് ഉൾപ്പെടുന്നതെങ്കിൽ ആ ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാം. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ അല്ലെങ്കിൽ പ്രേരകുമാരുമായിട്ടും ബന്ധപ്പെടാം. അത് നിങ്ങളുടെ പഞ്ചായത്ത് ആണെങ്കിൽ അവിടെ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവിടെ, കോർപ്പറേഷൻ ആണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫീസ്, ഇവിടെ എവിടെയെങ്കിലും പോയിട്ടൊന്ന് അന്വേഷിച്ചാൽ മതി. സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ അല്ലെങ്കിൽ പ്രേരക്, അവരുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാം, ചേരാം. അപ്പോൾ മുഴുവൻ വിവരങ്ങളും ഇവരിൽ നിന്ന് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ല എങ്കിൽ ധൈര്യസമേതം നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെ സെറ്റാക്കാമല്ലോ? അപ്പോൾ ഇനിയും നിങ്ങൾ ആലോചിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ വർഷങ്ങൾ വെറുതെ കടന്നു പോകും, വയസ്സ് കൂടും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിൽ നിൽക്കണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറയാനുള്ളൂ.
പിന്നെ ഇത് ഈ വർഷം 31-ാം തീയതിയോട് കൂടി, അതായത് മാർച്ച് 31-ൽ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതായത് അപേക്ഷ വിളിച്ചത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാസം കൂടെ ഇത് ചിലപ്പോൾ നീട്ടിയിട്ടുണ്ടാവും, അപേക്ഷ കൊടുക്കലൊക്കെ നീട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ വർഷം തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. 2024-25 അഡ്മിഷൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട ഉടനെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾക്കാണ് ഇത് ആവശ്യമെങ്കിൽ നിങ്ങൾ തന്നെ ഇതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുക. നാട്ടുകാർക്കാണ് ഉപകാരപ്പെടുന്നതെങ്കിൽ നാട്ടുകാർ, നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ, നിങ്ങൾ ഉൾപ്പെടുന്ന ക്ലബ്ബിൽ എല്ലായിടത്തും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ. പിന്നെ ഇതിൻ്റെ ഒരു വാൽക്കഷ്ണമായിട്ട് ചേർക്കാനുള്ളത്, സ്കൂളുകളിൽ റെഗുലറായിട്ട് ഇഷ്ടമില്ലാത്ത കോഴ്സിന് അഡ്മിഷൻ കിട്ടിയ കുട്ടികളുണ്ടാവും. അങ്ങനെ അഡ്മിഷൻ കിട്ടി എന്തായാലും ആ സ്കൂളിൽ പോകുമല്ലോ. താല്പര്യമില്ലാതെ ആ കോഴ്സ് പഠിച്ച് തോറ്റ്, ആ തോറ്റ വിഷയം വീണ്ടും എഴുതി വീണ്ടും തോറ്റ്, അങ്ങനെ വർഷങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അന്തം വിട്ട് നടക്കുന്ന കുറേ കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ കോഴ്സ് ചേരാം. പിന്നെ ഇതിൽ ഏത് കോഴ്സാണ് കൊടുക്കണമെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിൽ കൊമേഴ്സ് കോഴ്സും ഹ്യൂമാനിറ്റീസ് കോഴ്സുമാണുള്ളത്. സയൻസ് ഇതിലില്ല. അപ്പോൾ സയൻസ് സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് അത് തോറ്റതായതുകൊണ്ട് ഇതിലേക്ക് വരാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ കോഴ്സ് അവിടെ മാറ്റി വെച്ചിട്ട്, തോറ്റ സർട്ടിഫിക്കറ്റ് കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് SSLC ബുക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും സ്കൂളിൽ പോകണ്ട, സൺഡേയിൽ മാത്രം പോയാൽ മതി. വളരെ ഹാപ്പി ആയിട്ട് വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പാസ്സാവാനും പറ്റുന്ന കോഴ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക്, ഈ റെഗുലറായിട്ട് പഠിച്ച് തോറ്റു വന്ന കുട്ടികൾക്ക് 22 വയസ്സ് പൂർത്തിയാവണമെന്ന് നിർബന്ധമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു മാനദണ്ഡം അതാണ്. 22 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ ഈ കോഴ്സ് ചെയ്യാൻ കഴിയുകയുള്ളൂ. മുകളിലേക്ക് എത്ര വയസ്സായാലും പ്രശ്നമില്ല. പിന്നെ SSLC ബുക്ക്, പാസ്സായ SSLC ബുക്ക് വേണം. അതുപോലെ തന്നെ ആധാർ കാർഡ് വേണം. പിന്നെ ഫോട്ടോയാണ്, അത് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുക. ഇക്കൊല്ലം തന്നെ കാര്യങ്ങളാണ് ചെയ്യുക. 2025-26 നിങ്ങളുടെ കയ്യിൽ +2 സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഓക്കെ, ഏത് പ്രായഭേദമന്യേ ഞാൻ പറഞ്ഞു 22 വയസ്സിൻ്റെ മുകളിലോട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഇതോടുകൂടി സഫലമാവട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തീർച്ചയായും നമ്മുടെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക. മാക്സിമം ഞാൻ അതിനൊരു മിനിമം 1000 ലൈക്കെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. അതുപോലെ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള പുതിയ വിവരങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.